ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് കാളികാവിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട് വരുന്നത് കാളികാവിലാണ്. ഈ പാൻറ്റൊക്കെ എന്താ കീഴിക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? അത് റംബുട്ടാൻ പറിച്ച കഥ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. റംബുട്ടാൻ പറിച്ചപ്പോൾ തോട്ടി കൊണ്ട് പാൻറ്റും കീറി ചെറുതായിട്ട് കാലും കയറിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ റംബുട്ടാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അറിയാം, പക്ഷേ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് റംബുട്ടാൻ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് ഡ്രസ്സൊക്കെ മാറി ആദ്യം ചെയ്ത് റംബുട്ടാൻ പറിക്കുക എന്നുള്ളൊരിതായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഒരബദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയനും അളിയനും കൂടെ പിന്നെ റംബുട്ടാൻ പറിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾ റംബുട്ടാനൊക്കെ കഴിച്ചിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന ഒത്തിരി നിൽക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടതിന് നല്ല ത്രില്ലടി ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഴുന്ന് പിറക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാംഗോസ്റ്റിൻ ഉണ്ടായിരുന്നു. പറമ്പിലാണ് കേട്ടോ മാംഗോസ്റ്റിൻ ഉണ്ട്. പിന്നെ അവിടെ ദുരിയാനൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. മാംഗോസ് ഞങ്ങൾ കഴിക്കാനുള്ള കൊതിക്ക് ഞങ്ങൾ പുറത്ത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2-3 കഴിച്ചു. ചേച്ചിയുടെ വീട്ടിൽ അധികമുള്ള കൃഷി എന്ന് പറയുന്നത് ജാതിയാണ് കേട്ടോ. അതുകൊണ്ട് ധാരാളം പറമ്പ് മൊത്തം ജാതിക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവർ ജാതിക്കയുടെ തൊണ്ടൊക്കെ പൊളിച്ച് അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇതിന് ശേഷം ഉണങ്ങിയതിന് ശേഷമാണ് അവർ സെയിൽ പോകുന്നത്. അപ്പോൾ അതുതന്നെയാണ് അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ധാരാളം മരങ്ങളുണ്ട്, വാഴ, കവുങ്ങ്, അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ആ പറമ്പിൽ തന്നെ ഒരു കുഞ്ഞൊരു കുളമുണ്ട്. അതിനകത്ത് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഇപ്പോൾ അതൊന്നുമില്ല. ഈ നിൽക്കുന്നതൊക്കെ നാരകവും അതൊക്കെ അങ്ങനത്തെ ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുഞ്ഞ് തോടൊക്കെ ഞങ്ങൾ കളിച്ചിട്ട് മെല്ലെ പോയി. പിന്നെ അവിടെ ഉള്ളത് ചിക്കു, ഞങ്ങൾ ചിക്കു ഇല്ലേ, സപ്പോട്ട, എന്താ നിങ്ങൾ പറയുക എനിക്കറിയാം. ഞങ്ങളോട് ചിക്കു സപ്പോട്ട എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളത് പറിച്ചു കേട്ടോ. എല്ലാവരും ഇത് ഞങ്ങളിപ്പോൾ കഴിച്ചത് കുറച്ചൊരു പഴുത്തതാണ്, പക്ഷെ ചേച്ചി പറയുന്നുണ്ട് അതിൽ ഒരു പശയുണ്ട്, നമ്മൾ ചുണ്ടയിൽ ഒട്ടിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കേൾക്കാണ്ട് കഴിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ചുണ്ട് ഒട്ടിപ്പോയി എണ്ണയൊക്കെ തൂത്തുട്ടോ. ഞങ്ങൾ ഇല്ല, എണ്ണ തേച്ചില്ല, തേക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അളിയും കഴിഞ്ഞിട്ടുണ്ടോ മേളിൽ കയറിയിട്ടാണ് കുറച്ചത്. അപ്പോൾ ഈ ചിക്കുവിൻ്റെ മരത്തിന് നല്ല സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ചവിട്ടിയെ പോലെ അവനെ പെട്ടെന്ന് ഒടിയത്തില്ല. അപ്പോൾ അളിയൻ മേളിൽ കയറി എന്നിട്ട് ഞങ്ങൾക്ക് പറിച്ച് താഴത്തോട്ട് ഞങ്ങളൊരു കവർ നിറച്ചെടുത്തു കേട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ട് പഴുപ്പിച്ചാണ് ഞങ്ങൾ തിന്നത്. ഇത് മരത്തിൽ നിന്ന് പഴുക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറിച്ച് വെച്ച് ഞങ്ങൾ പഴുപ്പിക്കുകയാണ് ചെയ്തത്. വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ പഴുപ്പിച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ നടന്ന് പോകുന്ന എവിടേക്കാണെന്നറിയോ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പൊട്ടിയുണ്ട്. ചെറിയെന്ന് വെച്ചാൽ മലയിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പോൾ ആദ്യമൊക്കെ അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ പാലം മറ്റേ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഒഴുകിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പുതിയ തൂക്കുപാലം അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ പറയാതിരിക്കും, ഇത്രയും അടിപൊളി വൈബുള്ള സ്ഥലം ഞാൻ ഇങ്ങനെ അടുത്ത ഇത്രയും അടിപൊളി സ്ഥലം കണ്ടിട്ടില്ലെന്ന് പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തണുത്ത വെള്ളം, മലയിൽ നിന്ന് വരുന്ന മഴ, പിന്നെ കുറേ പാറകളും ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ നമുക്ക് നടക്കാൻ കണ്ടു. നല്ല സ്പേസ് ഉണ്ട്. ഇത് അങ്ങോട്ട് പറമ്പിലോട്ടുള്ള ഒരു ഇടവഴിയാട്ടോ. അതിന് മുകളിലാണ് തൂക്കുപാലം, ചെറിയ തൂക്കുപാലം. നമുക്ക് ഇതുവഴി ഗ്യാപ്പ് വെള്ളം നിറയുമ്പോൾ ഇതുകൂടെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അവിടെ തൂക്കുപാലം കിട്ടിയിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. വെള്ളം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആർക്കും പിന്നെ പറയണ്ടല്ലോ, വെള്ളം കാണാത്തൊരു വെള്ളം കണ്ടുള്ള അവസ്ഥ ആലോചിച്ചേക്ക്. പിന്നെ അതിൽ കളിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. വേറെ അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി, പറയാതെ ഇരിക്കാൻ വയ്യ. ഇവിടെ ഞങ്ങൾ കളിയെല്ലാം കഴിഞ്ഞ് പിന്നെ തൂക്കുപാലത്തിൻ്റെ കൂടെ കയറി നടന്നു. അമ്മ എന്നിട്ട് കയറി വാ എന്ന് കുറേ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ടാൽ പറയൂ, ഞങ്ങൾ വെള്ളത്തിൽ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. പിള്ളേരാണെങ്കിലും. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലമൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങളത് കണ്ടിട്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ വീണ്ടും ഇറങ്ങിയത് എവിടേക്ക് വെള്ളത്തിലോട്ട്. എൻ്റെ കൊച്ച് എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇച്ചുവിനെ ഏൽപ്പിച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. അടുത്ത സ്ഥലം ഞങ്ങൾ കുളിക്കാനായിട്ട് പോയത് അതിലും അടിപൊളി ഒരു സ്ഥലത്തോട്ടാണ്. നിങ്ങളത് നോക്കിയൊക്കെ എന്തൊരു ഭംഗിയാണ്, നോക്കിയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പതിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ആഴമുണ്ട്, നമ്മൾ കാണുന്നത്ര ഇതൊന്നും നല്ല ആഴമുണ്ട്. പിന്നെ അവിടെ മുങ്ങലായി നീന്തലായി കളിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.